സ്വാഗതം ചെയ്യുകയാണ് ദ സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇ ലേണേഴ്സ് ലേണിംഗ് പ്ലാറ്റ്ഫോം ഫൈസ. അതിനു മുൻപായിട്ട് ഫൈസ മാമിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഓൺ ദ സ്ക്രീൻ നമ്മൾ പ്ലേ ചെയ്യുന്നു. ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് പഠിച്ചൊരു കാര്യം, നമ്മുടെ നാട്ടില് ഒരുപാട് കാരണങ്ങൾ കാരണം നല്ല വിദ്യാഭ്യാസം, ഈവൻ ബേസിക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 10ാം ക്ലാസ്സും +2 പോലും ഇല്ലാത്ത വലിയൊരു കാറ്റഗറി ഉണ്ട്. അതവർക്ക് പഠിക്കാൻ കഴിവില്ലാത്ത കാരണമൊന്നുമല്ല. ടെക്നിക്കൽ സെഗ്മെന്റ് ആയിട്ടുള്ള BCA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്താലാണ് AI പോലുള്ള കോഴ്സ് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഈ കോഡിങ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നൊക്കെ. ആ ഒരു സംഭവം എൻറ്റയർലി തിരുത്തി കുറിച്ചുകൊണ്ട് നോൺ കോഡിംഗ് ആയിട്ട് ഈവൻ BA ഇംഗ്ലീഷ് ആണെങ്കിലും BCom ആണെങ്കിലും ഏത് സെഗ്മെന്റിൽ നിന്ന് വന്ന ആളുകൾക്കും AI ഓട്ടോമേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ കോഴ്സ് ഇ ലേണേഴ്സ് വഴി ഓൺലൈനായും ഓഫ്ലൈനായും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. Honorable CEO and Managing Director of e-learners, Faiz on to the stage. ചെറുതായിട്ട് പാനിക്കായിരുന്നു കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഈ ഒരു പ്രോഗ്രാം. കംപ്ലീറ്റ്ലി കേരളത്തിൻ്റെ 14 ജില്ലയിൽ നിന്നും പുറത്തുനിന്നും നമുക്ക് സ്ഥാപനം ആക്ച്വലി കോഴിക്കോടാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഫുൾ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോഴിക്കോട്ടുകാർ 100 പേരെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനം ഇവിടെ ആയതിൻ്റെ പേരിൽ കോഴിക്കോട് നമ്മളൊരു പ്രോഗ്രാം വെച്ചാൽ എത്ര പേര് വരും എന്നറിയില്ല, ആർക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും എന്നറിയില്ല. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഈ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനായിട്ടിരിക്കുന്നവർ ശരിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മിസ്സായി പോയ ഒരു ചാപ്റ്റർ തിരിച്ചെടുത്ത ഫീലാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഏതോ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഇപ്പോൾ ഇതിൽ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞവരുണ്ട്, മൾട്ടിമീഡിയ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവരുണ്ട്, എവിടെയോ സ്റ്റക്കായ ഒരു കാറ്റഗറിയാണ്. അത് ഇ ലേണേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ, ഇവിടെ ഒരുപാട് പേര് പറഞ്ഞൊരു സാധനം പർപ്പസ് ഓവർ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസമാണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല. ഇവിടെ പഠിച്ചിറങ്ങിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ തരുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഫീ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആ ഗവൺമെൻറ്റിന് കൊടുക്കുന്നൊരു പേയ്മെൻറ്റും നിങ്ങളുടെ എക്സാം ഫീയും നിങ്ങൾക്ക് നമ്മൾ തരുന്ന ബുക്സ് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇത് ഓവറായിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളത് സംഭവം ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും SSLC +2 വെച്ച് തുടങ്ങുമ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് +2 പോലുള്ള കോഴ്സ് അല്ലാതെ ഇന്ന് ഇൻഡസ്ട്രിയിൽ നമുക്ക് എത്ര നല്ല വലിയ കോഴ്സുകൾ കൊടുക്കാനുണ്ടെന്ന്. 6 വർഷം കഴിഞ്ഞിട്ട് 7ാമത്തെ വർഷമാണ് ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സുകൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും കൊടുക്കാൻ തുടങ്ങിയതും. ഈ ഒരു 6 വർഷം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ 10ാം ക്ലാസ് ആൻഡ് +2 കഴിഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് മേടിച്ച കുട്ടികൾ തന്നെയാണ്. ഒരു ദിവസം ചുരുങ്ങിയത് ഇന്നും എന്ത് തിരക്കിലും ഞാനൊരു 4 കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ന് സമൂഹത്തിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിൽ ഭർത്താവിൻ്റെ മുന്നിൽ, അവരുടെ വീട്ടുകാരുടെ മുന്നിൽ, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ജോലി നോക്കുന്ന സ്ഥലത്ത്, ഒരു ഇൻ്റർവ്യൂവറുടെ മുന്നിലൊക്കെ ഓരോരുത്തർക്കും വരുന്ന കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് പലർക്കും നമ്മളോട് പറയാനുള്ളത് പല സ്റ്റോറിയാണ്. ഞങ്ങളെ പുറത്ത് വരുമ്പോൾ ഒരു 7500+ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു 3 വർഷത്തു നിന്ന് ഞങ്ങൾ സക്സസ് ആയിട്ട് പുറത്തിറക്കിയ ഞങ്ങളുടെ കഥകളാണ് ആ 7500 എണ്ണം. അതൊരിക്കലും ഞങ്ങൾക്കൊരു 7500 സെപ്പറേറ്റ് സ്റ്റുഡൻസ് അല്ല. ഈ 7500 പേർക്കും ഞങ്ങളോട് പറയാനുണ്ടായിരുന്നത് വെവ്വേറെ കഥകളാണ്. ഇപ്പം കറൻ്റ്ലി ലാസ്റ്റ് 1 ഇയറിൽ നിന്ന് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ നമ്മളൊരു ഓഫ്ലൈൻ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +or- പഠിക്കാനും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് അപ്ഡേഷനാണ് അതിൽ കൊണ്ടുവരേണ്ടതെന്ന് അറിയാനും, അതേപോലെ കുട്ടികൾ നമ്മളിൽ നിന്ന് ഇനി എന്താണ് അടുത്ത ബാച്ച് എക്സ്പെക്റ്റ് ചെയ്യാനറിയാനും ഒരു ബാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് കണ്ടൻറ്റ് എഴുതുന്നത് മുതൽ, നിങ്ങളിപ്പോൾ ഇന്ന് ഇവിടെ ക്യാമ പിടിച്ച് നിൽക്കുന്ന ചേട്ടന്മാരെ കാണുന്നുണ്ട്, അതേപോലെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്
വീഡിയോ എഡിറ്റിംഗ്, ഡിസൈനിങ് 2026 ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണിപ്പുരയിലാണ് മില എന്ന് പറയുന്നൊരു AI ഇൻഫ്ലുവൻസർ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സങ്കല്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ക്യാരക്ടറാണ് മില. ഈ ഒരു മിലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം സെഗ്മെൻറ്റിൽ ഞങ്ങളുടെ മൊബൈൽ ആപ്പിൽ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് ഡൗട്ട് വന്നാൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ടീച്ചർമാരുണ്ട്. അതായത് പല സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുടെ മൊബൈൽ നമ്പർ നമ്മൾ ആപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഡൗട്ട് ചോദിച്ചാൽ അവരാണ് റിപ്ലൈ പോകുന്നത്. ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഞങ്ങളുടെ എല്ലാ കോഴ്സിൻ്റെ ഫുള്ളി സിലബസും ഈ മില എന്ന് പറയുന്നൊരു ഇൻഫ്ലുവൻസറെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോംപ്റ്റ് വഴി. ജൂൺ എൻഡോടുകൂടി ഞങ്ങളത് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ സെഗ്മെൻറ്റിൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അവരുടെ ഡൗട്ട് ക്ലിയറേഷന് ഈ പറയുന്ന മിലയായിരിക്കും ഇനി റിപ്ലൈ കൊടുക്കുക. നിങ്ങളും നിങ്ങളുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പെയിൻ പോയിൻറ്റ്സ് എവിടെയാണോ ബ്രേക്ക് ചെയ്യേണ്ടത് അത് റിയലൈസ് ചെയ്യുക, ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഒരു ക്രൂവിൽ ഇന്ന് തൃശ്ശൂർ ബ്രാഞ്ചും കോഴിക്കോട് ബ്രാഞ്ചുമാണുള്ളത്. അപ്പോൾ ഈ കോഴിക്കോട് വരുമ്പോൾ മൂന്ന് സ്റ്റാഫിൽ തുടങ്ങിയ നമുക്ക് ഇന്ന് 43 സ്റ്റാഫുള്ള ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ 2 ബിൽഡിങ്ങിലും 2 ഫ്ലോറിലായിട്ട് 2 സെപ്പറേറ്റ് സ്ഥാപനമുണ്ട്. കോവർക്കിംഗ് സ്പേസിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് ഓൺ സ്പേസ് എടുത്ത് 2 സെപ്പറേറ്റ് ഓഫ്ലൈൻ ഓൺലൈനായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കൂടെ നിന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ ടീമിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി. എനിവേ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കണക്ട് ചെയ്യാം, കൂടെ ഉണ്ടാവും. താങ്ക് യു.